പ്രവാസികൾക്കൊരു വലിയ സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നമ്മളെ പ്രവാസി പെൻഷൻ എമൗണ്ട് വീണ്ടും കൂട്ടുന്നു. പെൻഷൻ തുക 5000 രൂപ മുതൽ 10,000 രൂപ വരെയായിട്ട് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തലത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനി നമ്മൾ പ്രവാസികൾക്ക് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാം. നിങ്ങൾ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആക്കുന്ന നിങ്ങൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ പെൻഷൻ തുകയിലാണ് ഇത് കുറവ് വരുത്തുന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA നിയമസഭയിൽ പ്രവാസി പെൻഷൻ കൂട്ടുന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. നിലവിലുള്ള മിനിമം പെൻഷൻ എമൗണ്ട് 3500 രൂപ ഒന്നിനും തികയുന്നില്ലെന്നും അത് മിനിമം ഒരു 5000 രൂപയെങ്കിലാക്കിയിട്ട് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. പ്രവാസികൾക്ക് ഈ ഒരു പെൻഷൻ എത്രത്തോളം വലിയ ആശ്വാസം എന്നുള്ള കാര്യവും അതുപോലെ കേരളത്തെ കേരളമാക്കി മാറ്റിയതിൽ പ്രവാസികളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വലിയ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെൻഷൻ കൂട്ടുക എന്നുള്ള ശക്തമായ ആവശ്യത്തിന് മറ്റുള്ള MLA-മാരിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നൊക്കെ വലിയ മികച്ച പിന്തുണ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാലത്തായിട്ട് തന്നെ ഒരു ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ്, ഈ പെൻഷൻ കൂട്ടി എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് എത്രയും വേഗം തന്നെ പ്രതീക്ഷിക്കാം. നമുക്കറിയാം 2008 ഈ ഒരു പെൻഷൻ തുടങ്ങിയ സമയത്ത് വെറും 1000 രൂപയായിരുന്നു അന്ന് പെൻഷൻ പ്രഖ്യാപിച്ചത്. അന്ന് പല ആളുകളും പറഞ്ഞു ഇത് ഗവൺമെൻറ് സ്കീമാണ്, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇനി ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസൊക്കെ കയറി ഇറങ്ങേണ്ടി വരും, ഒരുപാട് ചൊറ പിടിച്ച പരിപാടിയായിരിക്കും ഇതെന്നൊക്കെ പല ആളുകളും പറഞ്ഞു. പക്ഷേ മാറി മാറി വന്ന പല ഗവൺമെൻറ്റുകളും ഇത് ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് ഇന്നിപ്പോൾ നിലവിൽ മിനിമം പെൻഷൻ 3500 രൂപയും മാക്സിമം പെൻഷൻ 7000 രൂപ വരെ ആയിട്ടുണ്ട്. ഇനിയും ഈ ഒരു പെൻഷൻ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി പല ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ ഒരു പെൻഷൻ അപ്ലൈ ചെയ്യാൻ ഒരുപാട് ഓഫീസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോകേണ്ടി വരും, ഒരുപാട് ചൊറ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റുകളൊക്കെ വേണ്ടി വരും എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് മാത്രമേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് വളരെ തുച്ഛമായ പൈസയാണ്. ഒരു മാസം 200 രൂപ മുതൽ 350 രൂപ വരെയാണ് ഇതിൽ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു നേരം ചായ കുടിക്കുന്ന പൈസ പോലും വരില്ല ഇത്. ഇനി ഈ ഒരു സ്കീമിൽ വെറും ഗൾഫിലുള്ള പ്രവാസികൾ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന പ്രവാസികൾക്കും അതുപോലെ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പോലും ഈ ഒരു പ്രവാസി പെൻഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും സങ്കടകരമൊന്നും അല്ലെങ്കിൽ നിർഭാഗ്യമൊന്നും പറയട്ടെ, ഈ ഒരു സ്കീം ഇപ്പോൾ ഉപയോഗപ്പെടുത്താത്ത പല പ്രവാസികളും നമുക്കിടയിലൊക്കെ ഉണ്ട്. ഒരുപാട് പ്രവാസികൾ ഇപ്പോഴും ഇതിൽ ജോയിൻ ചെയ്യാത്ത, ഇതിൽ അപ്ലൈ ചെയ്യാത്ത പല ആളുകളും ഉണ്ട്. ഒരുപക്ഷെ പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എങ്ങനെ എവിടെ എപ്പോൾ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് ഇപ്പോഴും പല ആളുകളും ചെയ്യാത്തത്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് 3 വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ വീഡിയോയിൽ പ്രവാസി പെൻഷൻ എന്താണെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നും, അതുപോലെ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്താൽ പെൻഷൻ അല്ലാതെ വേറെ എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും, അതുപോലെ മൂന്നാമത്തെ വീഡിയോയിൽ ഈ പ്രവാസി പെൻഷനിൽ പല ആളുകളും സ്ഥിരമായിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചും വിശദമായിട്ടുള്ള 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളെ വീഡിയോൻ്റെ കമൻറ്റിലും കൊടുക്കാം. ഒരുപക്ഷെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കേരളം ചെയ്ത ഏറ്റവും വലിയൊരു പദ്ധതിയായിരിക്കും ഇത്, പ്രവാസി പെൻഷന്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരായിരിക്കും. കാരണം നമുക്ക് പ്രായമാകുന്ന സമയത്ത് വലിയൊരു ആശ്വാസമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു പ്രവാസി പെൻഷൻ എന്ന് പറയുന്ന കാര്യം. ഇനി നിങ്ങൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ ആരെങ്കിലും ഈ പ്രവാസിയായിട്ട് അല്ലെങ്കിൽ പ്രവാസം നിർത്തി വന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ പെൻഷൻ ഉപയോഗപ്പെടുത്താതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അവരോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഉപകാരമായിരിക്കും ഇത്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ട് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൻഷനിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.